ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലാക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടാളും മാത്രമല്ല കേട്ടോ, നമ്മളെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. ഞങ്ങളെ ഫ്രണ്ടായിട്ടുള്ള അൻഷിയുണ്ട്, അൻഷിൻ്റെ വൈഫും ഉണ്ട്. അപ്പം ഞങ്ങൾ ഓരോ നിൽക്കാൻ കഴിഞ്ഞിട്ട് 1 month ആയി. അപ്പോൾ നമ്മൾ സൽക്കാരത്തിന് വിളിക്കണമെന്ന് കുറേ ആയിട്ട് പ്ലാൻ ചെയ്യണം. അപ്പോൾ ഒരു ഔട്ട്ഡോർ സൽക്കാരമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പുതിയപ്പള്ളിയും കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ ഹൈലൈറ്റിൽ സ്റ്റുഡിയോയിലാണ് പോയത്. ചുമ്മാ അവിടെ പോയി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെ കുറച്ച് നേരം നോക്കിയിരുന്നു എന്നല്ലാതെ ഒന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് ഞങ്ങളവിടെ കയറാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഭയങ്കര ചൂടുള്ളൊരു സമയമായതുകൊണ്ട് തന്നെ അവിടെ കയറി ജസ്റ്റ് സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് കയറി, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പോണത്, പറയൂ എങ്ങോട്ടാ പോകുന്നത്? കാലിക്കറ്റ് ബീച്ച്. നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തി. ഭയങ്കര വളാക്കാണ് ഗായ്സ്. കാലിക്കറ്റ് ബീച്ചല്ലായിരുന്നു ഞങ്ങളെ പ്ലാനിൽ, കരിയത്തുംപാറയായിരുന്നു. കരിയത്തുംപാറ ഭയങ്കര വെയിലാവുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ബീച്ചിലോട്ട് തന്നെ മാറ്റിയതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഔട്ട്ഡോർ സൽക്കാരല്ലേ പ്ലാൻ ചെയ്യണേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡും കൊണ്ട് പോകണം. അപ്പോൾ അവിടെ ഫുഡ് അലൗഡ് ആവോ ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ കരിയത്തുംപാറ പോയില്ല, കാലിക്കറ്റ് ബീച്ച് തന്നെയാണ് ഫിക്സ് ചെയ്തത്. അപ്പോൾ പോണ വഴിക്കൊക്കെ ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു. ഞങ്ങൾ പോയതൊരു തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ പോലും ഭയങ്കര ബ്ലോക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ നെഹദിയിൽ പോയി ഫുഡ് വേണമല്ലോ, അപ്പോൾ ഫുഡൊക്കെ വാങ്ങി. അൻഷിന്റെ വൈഫ് എന്താ ചെയ്യണെന്ന്, ഡിഗ്രി തേർഡ് ഇയർ ആണ്. ഞങ്ങൾ പഠിച്ച അതേ കോളേജിലാണ് അവളും പഠിക്കുന്നത്. അങ്ങനെ പാസ് ചെയ്തു, കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. ഒരു ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയത്. ചിക്കൻ അല്ല, ഫുഡാ. ബീച്ചിലെത്തി ഈ ഒരു ഇതിലിങ്ങനെ ഫുഡ് കഴിക്കണം. പക്ഷെ നമുക്ക് അതിന് പറ്റിയ സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഹലോ ഗൈസ്, വേണ്ട. അപ്പൊ നമ്മൾ ബീച്ചിലെത്തി. പക്ഷെ എന്താണെന്നറിയോ, നമ്മളിവിടെ എവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും. ഇവിടെയൊക്കെ ഗ്രൗണ്ടാണ്. കാണിച്ചു കണ്ടോ? നമ്മൾ കുറേ നോക്കിയിട്ടോ, നമുക്ക് സിറ്റിങ്ങിന് വേണ്ടിയിട്ടൊരു ഏരിയ. ഇവിടെ നിന്ന് കുറേ ഞങ്ങൾ ബീച്ചിന് മുന്നിൽ എത്തുന്നതിന് മുന്നേ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റും നോക്കി, നല്ലൊരു പ്ലേസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഗ്രൗണ്ടാണ്, കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്, കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എവിടെ ഇരിക്കും എന്നുള്ളതൊരു ഊഹം ഉണ്ടായില്ല. പക്ഷെ എന്നാലും നടന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. പക്ഷെ കുറേ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. നമുക്ക് കുറച്ച് പ്രൈവസി ആയിട്ടുള്ള കുറച്ച് സ്ഥലം കൂടെ വേണമല്ലോ, കാരണം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രൈവസി ഉള്ള സ്ഥലം വേണം. പിന്നെ അത് മാത്രമല്ല, ഇരുട്ട് പോണതിൻ്റെ മുന്നേ നമുക്ക് ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഏകദേശം ഒരു സ്ഥലമൊക്കെ കിട്ടി. ആ സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് അത്യാവശ്യം ഞങ്ങൾക്ക് സെറ്റായിട്ടൊരു സ്ഥലം തന്നെ കിട്ടി. ഞങ്ങൾ രണ്ടാളും ഇവിടെ നോക്കിക്കും. ഇതെന്താ ചേച്ചി ചെയ്യണേ? ഇത് കണ്ടിട്ട് ചുക്കുകാന്റെ ആത്മാർത്ഥത കണ്ടു പഠിക്കും. പിന്നെ ഓരോന്നെ കേട്ടോ, ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ സെറ്റ് ചെയ്യാനൊക്കെ ചിക്കുക്കെ അൻഷിയും തന്നെയാണ് എല്ലാം സെറ്റാക്കിയത്. നമ്മളവിടെ ഇങ്ങനെ നോക്കി. എന്തായാലും മാഷാ അല്ലാഹ്, ബീച്ചൊക്കെ കണ്ട് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കാൻ നല്ല രസമായിരുന്നു. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കണതാണ്, ഞാനും ചിക്കുക്ക് ഇങ്ങനെ എപ്പോഴും പറയാം, നമുക്ക് ഇങ്ങനെ പുറത്ത് പോവാം, ഫുഡ് കൊണ്ട് പോവാം, എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല വൈബായിട്ടിരിക്കുക, അങ്ങനെയൊക്കെ വിചാരിക്കണതാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു നിക്കാഹ് കഴിയണതും. അപ്പോൾ പിന്നെ ഞങ്ങൾ പ്ലാനിങ് അങ്ങനെ ആക്കി. അതാവുമ്പോൾ നമുക്കൊരു ട്രിപ്പ് പോലെ ആവുകയും ചെയ്തു, നമുക്കൊരു സൽക്കാരമായി. ഓ മൈ ഗോഡ്, ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് രാത്രിയായി. എത്ര സമയം എത്ര? എൻ്റെ ഫോണിൽ സമയം നോക്കാൻ ഒരു ഊഹം പറഞ്ഞതാ ചിക്കൻ. 6:44 സമയം. ഇപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞത്. കഴിച്ചൊന്നും ഇപ്പൊ കാണില്ല. ഈ ഫുഡൊക്കെ ഈ അൻഷി ഫിനിഷാക്കി. അൻഷി തിന്ന് ഫുഡ് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഇല്ല, അൻഷി തിന്നു കണ്ടോ, അവന് പതത്തിട്ട് മാത്രം.
ഫുഡ് കഴിച്ച് ക്ഷീണിച്ച് അച്ഛയും വൈഫും. ഓർക്ക് കഴിക്കാനുള്ള സ്വീറ്റ്സ് ആണ്, ഓര് കഴിക്കുന്നത് സ്വീറ്റ്സ് ആണ്. കഴിക്കുന്നിട്ട് എങ്ങനെയുണ്ട് പറയും. സ്ലോ മോഷനെ കാരം ആകെ വേണമെങ്കിൽ ഞാൻ ഇതിലാക്കിക്കൊണ്ടേ കിസ പറഞ്ഞ സൊറ പറഞ്ഞിങ്ങനെ ഇരിക്കാൻ നല്ല രസം. എന്തായാലും മാഷാ അല്ലാ പ്ലാനിങ് പോലെ എല്ലാം നടന്നു. അൽഹംദുലില്ലാ റാഹത്തായി. ഒരു സാധനങ്ങളൊക്കെ എടുത്തേക്കാൻ പോവാണ്. അവര് രണ്ടുപേരും ഫുഡെല്ലാം കഴിച്ച് ടയേർഡായി. ഇനി നമ്മള് മാങ്ങ തിന്നാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് നമ്മൾ മറ്റേ ബീച്ചിലാണ്. ഒരു ദിവസം മാങ്ങയും പൈനാപ്പിളും ഒക്കെ കിട്ടില്ലേ, ആ ഒരു ബീച്ചിലാണ് പോയത്. അവിടുന്ന് അതെല്ലാം കഴിച്ചു, നല്ല അടിപൊളിയാക്കി. ഇപ്പം നമ്മൾ കാലിക്കറ്റ് പോയാൽ അവിടെ ചെല്ലണം, അവിടുന്ന് അത് കഴിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഇടങ്ങേറാണ്, അതൊരു വികാരമാണ് അല്ലേ. അതൊരു സുന്നത്തുള്ള പോലെയാണ്, നമ്മളവിടെ ചെന്നാൽ അത് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിരുന്നു. അങ്ങനെ ഞങ്ങളെ പ്ലാനിങ് ഇന്ന് അവിടെ റൂം എടുക്കാതുള്ളതായി. ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്യാതെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ പിക്നിക്ക് കഴിയുക അല്ലെങ്കിൽ ആ സൽക്കാരം കഴിയുക പോകാമെന്നായിരുന്നു പ്ലാനിങ്. പക്ഷേ പ്ലാനിങ് എല്ലാം മാറി. ഞങ്ങളവിടെ റൂമെടുത്ത് നിന്നു. പിറ്റേ ദിവസം വീണ്ടും പ്ലാനിങ് മാറി, വയനാട്ടിലോട്ടായി. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡാണ് കഴിക്കാൻ. നല്ല നാടൻ എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല. നമ്മൾ വീണ്ടും വൈകുന്നേരമല്ല മോർണിംഗിൽ നമ്മൾ വയനാട്ടിൽ ഇറങ്ങുന്ന ആ സമയത്ത് നമ്മൾ വീണ്ടും സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു, ഡ്രസ്സ് എടുത്തു, അങ്ങനെ ഇട്ടതാണ്. അല്ലാതെ നമ്മൾ എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പ്ലാനഡ് ആയിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു മീൽസ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഫുഡ്, അത്ര അടിപൊളി ടേസ്റ്റ്. ഇന്ന് വിശന്നുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ അവരോട് പറയുകയും ചെയ്തു നല്ല അടിപൊളിയായിട്ടുണ്ട് ഫുഡ് എന്ന്. അത്രയും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വയനാട്ടിലോട്ടാണ് പോയത്. പിന്നെ കൂടുതൽ ക്ലിപ്സും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.